Hello guys, welcome back to our channel. This is me with Mallu episode. My dear മുത്തുമണികളെ, ഓരോ ദിവസം കഴിയുന്നതിനെ നറൂട്ടോ കുട്ടപ്പൻ ആള് ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉഷാറായി തന്റെ കഴിവ് മുഴുവനായിട്ടും പുറത്തെടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാം ഓടിവായോ, നമുക്ക് വേഗം തന്നെ എപ്പിസോഡിലേക്ക് കടന്നെല്ലാം. എപ്പിസോഡിന്റെ തുടക്കത്തില് സബോസയുടെ വീടാണ് കാണിക്കുക. ഹക്കു ആളുടെ ഗെറ്റപ്പ് ഒക്കെ മാറ്റിയിട്ട് വില്ലന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമരുന്ന് പറിക്കാനായിട്ട് കാട്ടിലേക്ക് ഇറങ്ങുമ്പോ ദാണ്ട് കിടക്കുന്നു നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ മലർന്നു കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. നറൂട്ടോനെ കണ്ടിട്ട് ഇവന്റെ കാറ്റ് പോയോ? അവന്റെ ഒരു ബാൻഡ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഞാൻ പാഴാക്കില്ല. അന്ന് സബൂസയെ ഞാൻ അറ്റാക്ക് ചെയ്തപ്പോ ഇവനാണ് എന്നെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചത്. ഈ മയക്കത്തിലിരിക്കുന്ന സമയത്ത് ഇവനെ തലക്കടിച്ച് കൊല്ലാന്ന് പറഞ്ഞ് ഹക്കു അടുത്തേക്ക് വരുമ്പോ അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ കുടിയൻ അമ്മാവൻ ടാസുനോട് വീട് കാണിക്കും. ഇവിടെ മൂട്ടിന് വെയിലടിക്കുമ്പോ നമ്മുടെ അണ്ണന്മാർ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ നോക്കുമ്പോഴാണ് നറൂട്ടോ കുട്ടപ്പനെ കാണാനില്ല. അവൻ മിക്കവാറും ആ ഒരു ചക്ര ഉപയോഗിച്ചുകൊണ്ട് രാത്രി മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ വടിയായിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചു പോകുമ്പോ അവന്റെ ബോഡിയും തൂക്കി പോകാന്ന് പെങ്കൊച്ചു പറയുമ്പോ കാക്കാശി പറയും, അവൻ നല്ലൊരു പവർഫുൾ ചെക്കനാണ്, അവൻ നിന്നെപ്പോലൊരു മന്ദബുദ്ധിയല്ല, അവന് നല്ല എയിമുണ്ട്. ഏയ് ഒന്നും വരില്ല, ബി കൂൾ എന്ന് പറഞ്ഞ് നമ്മുടെ കുടിയനമ്മാവന്റെ മോളും അവര് സമാധാനിപ്പിക്കും. സാസുക ആവട്ടെ നറൂട്ടോയെ തേടി പുറത്തേക്ക് പോകാൻ ഒരുങ്ങും. നീ ഇതെവിടേക്കാ ഫുഡ് പോലും കഴിക്കാതെ പോകുന്നതെന്ന് പെങ്കൊച്ച് ഒത്തിരി സ്നേഹത്തോട് ചോദിക്കുമ്പോ ഞാനൊന്ന് ജോഗിങ്ങിന് പോവാ, ഫുഡൊക്കെ ഞാൻ നേരത്തെ അടിച്ചു എന്ന് പറയുമ്പോഴാണ് അവന്റെ പ്ലേറ്റ് കാലിയായിട്ട് പെങ്കൊച്ച് കാണാം. ഇവിടെ കാട്ടില് സുന്ദരിയായിട്ടുള്ള ഹക്കു പെൺകൊച്ച് നറൂട്ടോടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് പതിയെ അവന്റെ അടുത്തേക്ക് വരുമ്പോ പെട്ടെന്ന് നമ്മുടെ ചെക്കൻ ചാടി എഴുന്നേക്കും. നീ ആരാ, നിനക്കെന്താ വേണ്ടേന്ന് നറൂട്ടോ ചോദിക്കുമ്പോ ഞാൻ ഹക്കു, എന്റെ ഫ്രണ്ടിന് പച്ചമരുന്ന് പറിക്കാൻ വന്നപ്പോഴാണ് നീ ഇവിടെ കിടക്കുന്നത് കണ്ടത്, അങ്ങനെ അടുത്തേക്ക് വന്നാന്ന് ഹക്കു മറുപടി പറയും. അങ്ങനെ അവര് ഒന്നും രണ്ടും പറഞ്ഞ് കട്ട കമ്പനി ആയിട്ട് വീണ്ടും ചില കാര്യങ്ങള് തുറന്ന് സംസാരിക്കാൻ തുടങ്ങും. ആക്ച്വലി ഞാൻ രാത്രി മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് തളർന്നു കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോ നീ ഒരു നിഞ്ചയാണോ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഹക്കു ചോദിക്കുമ്പോ യെസ്, ഐ എം എ പവർഫുൾ നിഞ്ച. ഞങ്ങൾക്കിപ്പോ വലിയൊരു ടാസ്ക് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഞാൻ ഈ ചക്രാസ് ഒക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെങ്കിലും മരത്തിൽ കയറാൻ നോക്കുന്നത്. മാത്രല്ല ഭാവിയില് എനിക്ക് വലിയൊരു ഒക്കാകയായി തീരണം, ലോകം മുഴുവൻ എന്നെ അഭിനന്ദിക്കണം. അതിനേക്കാളൊക്കെ മുഖ്യമായിട്ട് ഒരാളെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇംപ്രസ് ചെയ്യണം. ഓ, അപ്പോ അങ്ങനെ ആരോ സ്പെഷ്യൽ ആയിട്ട് നിന്റെ ലൈഫിൽ ഉണ്ടല്ലേ എന്ന് ഹക്കു ചോദിക്കുമ്പോ സ്പെഷ്യലോ, അങ്ങനെ ആരാ ഉള്ളതെന്ന് ചോദിച്ചിട്ട് നറൂട്ടോയുടെ മുഖം വാടുമ്പോ ഹക്കു ആവട്ടെ അവളുടെ ഫ്ലാഷ് ബാക്ക് ഓർക്കും. ശരിക്കും ഹക്കു ഒരു അനാഥയാണ്. കുപ്പത്തൊട്ടിയിൽ വീണ് കിടന്ന അവള് വേസ്റ്റ് കഴിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം കുപ്പയില് കൈയിട്ട് വാരുമ്പോ ഒരു പട്ടി വന്ന് അവളുടെ അടുത്ത് ചാടി കുരയ്ക്കാൻ തുടങ്ങും. ഒരൊറ്റ തൊഴിക്ക് പട്ടിയെ സൈഡാക്കിയിട്ട് വീണ്ടും കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരുമ്പോ 2-3 പട്ടികൾ വന്ന് അവളുടെ അടുത്ത് നിന്ന് കുരയ്ക്കും. നേരത്തെ വന്ന പട്ടിയുടെ 2 കുഞ്ഞു മക്കളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതിന്റെ മക്കൾക്ക് കൊടുക്കാൻ ഫുഡിനായിട്ടാണ് അത് വന്നതെന്ന് മനസ്സിലാക്കുമ്പോ ഹക്കുവിനാവട്ടെ അവൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത് ഒരുപാട് സങ്കടാവും. അങ്ങനെ ആർക്കും വേണ്ടാതെ തെരുവിൽ കിടന്ന ഹക്കുവിനെ എടുത്തോണ്ടൊന്ന് വളർത്തിയതാണ് നമ്മുടെ വില്ലൻ. നറൂട്ടോയും ഹക്കുവും ഒരുപാട് നേരം സംസാരിച്ച് ഹക്കു തിരികെ പോകുന്ന സമയത്ത് ഇത്രയും നേരം ഞാനൊരു പെൺകുട്ടിയാണെന്ന് കരുതിയല്ലേ നീ ഇത്രയും വാചകം അടിച്ചത്, ശരിക്കും ഞാനൊരു ആൺകുട്ടിയാണെന്ന് പറയുമ്പോ നമ്മുടെ നറൂട്ടോടെ ബോധം പോവും. പക്ഷെ ഹക്കുവിനെ കാണാൻ സാക്കുറയെ കഴിഞ്ഞും സുന്ദരിയാണ്. നോക്കുമ്പോ സാസുക ആവട്ടെ ഹായ് ആയിട്ട് അതുവഴി നടന്നു വരും. ഹക്കുവും സാസുകയും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് പരസ്പരം ശ്രദ്ധിക്കില്ല. ഈ ലോകം അത് ശരിക്കും വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് തലയുമാന്തിയിരിക്കുന്ന നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ തലക്കെട്ട് സാസുക ഒരൊറ്റയിടി. അവിടെ എല്ലാവരും ഫുഡ് പോലും കഴിക്കാതെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ നേരമായിട്ടും സാസുകേനെയും നറൂട്ടോനെയും കാണാതെ പെങ്കൊച്ചും കാക്കാസിയും ഇപ്പോ കാട്ടിലേക്ക് വരും. പെട്ടെന്ന് അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ കത്തി അവരുടെ മുൻപിൽ വന്ന് കുത്തി നിൽക്കും. പേടിച്ച് അതാരാണെന്ന് മുകളിലേക്ക് കണ്ണുയർത്തി നോക്കുമ്പോഴാണ് അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാണ്.
അങ്ങനെ പഠിച്ച പണി 12 എടുത്ത് നമ്മുടെ ആള് പണി പറ്റിച്ചു. മരം കേറിയതും പോരാഞ്ഞിട്ട് അവരെ കാണിക്കാനായിട്ട് മേലെ കിടന്ന് ഡാൻസ് ചെയ്യുക, ഒരു കാലെടുക്കുക, മറ്റേ കാല് പൊക്കി പിടിക്കുക. ഫുൾ സർക്കസ്, സർക്കസോ സർക്കസ്. ഇത് കണ്ട് കാക്കാശി നമ്മുടെ പെണ്ണും പേടിച്ച് അവൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടെങ്കിലും കൺട്രി ബോയ്സ് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ചെക്കൻ കുത്തിമറിയാണ്. ചെക്കൻ കൈവിട്ട് പോയെന്ന് കാക്കാസി മനസ്സിൽ കരുതേണ്ട താമസം നമ്മുടെ ആള് പിടിവിട്ട് താഴേക്ക് പോവും. സസൂക്ക ഓടി മരത്തിൽ കയറി അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ക്യാച്ച് ചെയ്ത് സേഫ് ആയിട്ട് താഴെ ഇറക്കും. സാസുകയുടെ വായിന്നും ആവശ്യത്തിന് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പന്റെ വയറ് നിറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് തളർന്നു കിടന്ന സബൂസ വില്ലൻ ഹക്കുവിന്റെ കൃത്യമായ പരിപാലനത്തിലൂടെ ഒറ്റയടിക്ക് ആപ്പിള് തന്നെ ഞെക്കി പൊട്ടിക്കുന്ന അവസ്ഥയിലെത്തി. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യില്ല, ഇതുപോലെ ഞാൻ അവരെ ഞെക്കിപ്പിച്ചെന്ന് പറഞ്ഞ് വില്ലൻ ഇപ്പോ പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നൈറ്റ് അവരെല്ലാവരും ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത്തവണ നറൂട്ടോയുടെ കൂടെ സാസുകയും കാണാനുണ്ടാവില്ല. മരത്തിന്റെ മേലെ പോയി ഡാൻസ് കളിച്ചും പ്രാക്ടീസ് ചെയ്തും ഇപ്പൊ നമ്മുടെ ചെറുക്കൻ കൊച്ച് ആകെ തളർന്നു പോയിരിക്കുകയാണ്. സസൂക അവനെ താങ്ങി പിടിച്ചോണ്ട് വരുമ്പോ നിനക്ക് എന്ത് പറ്റി, നിന്റെ കാലിന് ആരെങ്കിലും പണി തന്നോന്ന് ചോദിക്കുമ്പോ ഞാൻ മരത്തിന്റെ ഉച്ച വരെ കയറി, ഞാൻ ജയിച്ചു എന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടെ പറയുമ്പോ ഗുഡ് ബോയ്സ്, ഇനി മുതല് നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കുടിയനമ്മാവന്റെ ബോഡി ഗാർഡ്സ് ആയിട്ട് പോകണമെന്ന് കക്കാശി പറയും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവരെല്ലാവരും ഡിന്നർ വളരെ ഹാപ്പി ആയിട്ട് തിന്നു തീർക്കും. തുടക്കത്തില് താൻ വലിയൊരു കളവ് പറഞ്ഞാണ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകാത്തതെന്ന് കുടിയനമ്മാവൻ ചോദിക്കുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പാത വഴിയിൽ ഉപേക്ഷിക്കാതെ പൂർത്തീകരിച്ചിട്ടേ വരാവൂ എന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഒക്കാകെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തതെന്ന് കാക്കാക്ഷി ഇപ്പോ മറുപടി പറയും. പ്രാക്ടീസ് ചെയ്ത് തളർന്നു കിടക്കുന്ന നമ്മുടെ നറൂട്ടോയുടെ അടുത്തേക്ക് പൊടിക്കുപ്പി കയറി വരും. അവനിപ്പോ അവന്റെ പപ്പയുടെ ഓർമ്മകളാണ് വരിക. അവനെ രക്ഷിച്ചത്, അവന്റെ കൂടെ നടന്നത്, ഒടുവില് എല്ലാവരും ചേർന്ന് അവന്റെ അച്ഛനെ തല്ലിക്കൊന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ആലോചിച്ച് ടേബിളില് കൈയടിച്ച് നമ്മുടെ പൊടിക്കുപ്പി കരഞ്ഞിട്ട് വെറുതെ നീ മെനക്കെടണ്ട, നിന്നെ കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല, നീ ഒടുവില് ആ ദുഷ്ടന്റെ കൈകൊണ്ട് മരിച്ചു വീഴും, ചുമ്മാ പ്രാക്ടീസ് ചെയ്ത് നിന്റെ എനർജി വേസ്റ്റ് ആക്കണ്ടെന്ന് പൊടിക്കുപ്പി ഇപ്പോ വീണ്ടും വീണ്ടും പറഞ്ഞ് എല്ലാവരെയും തളർത്താൻ ശ്രമിക്കും. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്, എല്ലാവരും നിന്റെ അച്ഛനെ പോലെ അല്ല, നീ ഒരു പൊടിക്കുപ്പി ചെറിയ ചെക്കനാണ്, നിനക്ക് ഇതിന്റെ ഒന്നും ഒരു ABCD അറിയില്ല എന്ന് പറഞ്ഞ് നറൂട്ടോ ഇപ്പോ പൊടിക്കുപ്പിയെ പേടിപ്പിച്ചിരുത്താൻ ശ്രമിക്കും. നാഴിക്ക് 40 വട്ടവും നിന്നെ പോലെ മോങ്ങിക്കൊണ്ടിരുന്ന എല്ലാം ശരിയാവുമോ? ആമ്പിള്ളേർ അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയല്ല, പോരാടും, മരണം വരെ ഞാൻ പോരാടി ജയിക്കുമെന്ന് പറഞ്ഞ് നറൂട്ടോ നടന്നു പോകുമ്പോ പൊടിക്കുപ്പിക്ക് വിഷമം കൂടി അവൻ വീണ്ടും വീണ്ടും കരയും. ഇത് കേട്ട ബാക്കി ആളുകള് നീ ഒരിക്കലും അവനെ അങ്ങനെ വഴക്കുറയാൻ പാടില്ല, അവൻ കുഞ്ഞല്ലെന്ന് പറയുമ്പോ നറൂട്ടോ കലിപ്പടിച്ച് അവിടുന്ന് കടന്നു പോകും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് പൊടിക്കുപ്പിക്ക് ഒത്തിരി സങ്കടമായിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോ അവന്റെ അടുത്തേക്ക് കാക്കാശി കടന്നു വരും. നറൂട്ടോ പറഞ്ഞത് കേട്ട് നീ വിഷമിക്കണ്ട, അവൻ പണ്ടേ അങ്ങനെയാണ്, നിന്റെ എല്ലാ വിഷമവും ഞങ്ങൾ തീർത്തു തരും. നറൂട്ടോ കുട്ടന് അച്ഛനും അമ്മയും ഇല്ല, അവന് അവന്റെ അച്ഛനും അമ്മയും ആരാന്ന് പോലും അറിയില്ല, ഒരു നല്ല ഫ്രണ്ട് പോലും അവനില്ല. പക്ഷെ അതിനെ ചൊല്ലി ഒരിക്കൽ പോലും അവൻ വിഷമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും അവനെ അഭിനന്ദിക്കണം, അവൻ ഒരുപാട് ഉയരങ്ങളിലെത്തണം എന്ന ആഗ്രഹം മാത്രമേ അവൻ ഇപ്പോഴും ഉള്ളൂ. ലൈഫില് എന്ത് റിസ്ക് എടുക്കാനും അവന് യാതൊരു മടിയുമില്ല. നിന്റെ ഫീലിങ്സ് ഇപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ, പക്ഷെ എന്നെക്കാൾ കൂടുതല് നിന്റെ ഫീലിങ്സ് നറൂട്ടോ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ തെറ്റുകള് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുമ്പോ അവനത് ഇഷ്ടപ്പെടില്ല. നീ എപ്പോഴും ഇങ്ങനെ ശോകം അടിച്ച് കരഞ്ഞു നടക്കരുതെന്നാണ് അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെന്ന് പറയുമ്പോ പൊടിക്കുപ്പി ചെക്കന് എന്തൊക്കെയോ മനസ്സിലായ മട്ടില് അവൻ തലകുലുക്കും. നെക്സ്റ്റ് ഡേ കാക്കാശിയും കൂട്ടരും കുടിയനമ്മാവന് ബോഡി ഗാർഡായിട്ട് പോകുമ്പോ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തളർന്നു കിടക്കാണ് പാവം നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പോ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു വലിയ വില്ലനെ കാണിക്കാണ്. ആളുടെ സബോർഡിനേറ്റ്സിനെ വിളിച്ചിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പൈസയും മേടിച്ച് കപ്പലണ്ടി മുട്ടായി വാങ്ങി തിന്നിട്ട് വെറുതെ കുത്തിയിരിക്കാൻ നാണമില്ലെന്ന് ചോദിക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന സബൂസയുടെ കൺട്രോള് പോയിട്ട് ഫോണ് തന്നെ വലിച്ചെറിയും. പക്ഷെ അതേ സമയം തന്നെ സബൂസ അവരെ നശിപ്പിക്കാന് ആ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പൻ ഞെട്ടി എഴുന്നേറ്റ് പൊട്ടിക്കരയാണ്. ചാടി എഴുന്നേറ്റ് അവരൊക്കെ എവിടെയെന്ന് നമ്മുടെ അങ്കിളിന്റെ മോളോട് ചോദിക്കുമ്പോ നീ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ടയർഡ് ആയതുകൊണ്ട് ഇന്നൊരു ദിവസം നീ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അവര് പോയെന്ന് പറയും. റെസ്റ്റോ?
എനിക്കോ ഇന്നോ തിങ്കളാഴ്ച ആവട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ചെക്കൻ ഓടിപ്പോയി കുളിച്ചു മാറ്റി ബാൻഡും വലിച്ച് തലയിൽ കെട്ടിയിട്ട് മരത്തിൽ കൂടെ കുരങ്ങോടും പോലെ ചാടി ചാടി അവരുടെ അടുത്തേക്ക് ഓടി വരും. മരത്തിന്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോ കാട്ടിൽ എന്തോ ഒരു അനക്കം കണ്ട് അതെന്താണെന്ന് നറൂട്ടോ സൂക്ഷിച്ചു നോക്കുമ്പോ ഇവിടെ പാലത്തില് ജോലി ചെയ്ത എല്ലാവരും മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് കുടിയനമ്മാവൻ ടാസുന ഒരുപാട് വിഷമത്തില് ആ ഒരു കാഴ്ച നോക്കി നിൽക്കും. യുദ്ധം അതാരംഭിച്ചു കഴിഞ്ഞു എന്ന് കാക്കാശി പറഞ്ഞ് നാവെടുക്കുന്ന സമയം കൊണ്ട് തന്നെ കൈസയെ കൊന്ന ആ രണ്ട് വില്ലന്മാരും ഇപ്പോ ടാസുനയുടെ വീട്ടിലെത്തിയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ബ്രിഡ്ജില് പുകപടലം കൂടി വരുന്നത് കാണുമ്പോ സബൂസ അവിടെ എത്തിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാര് കുടിയനമ്മാവന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ആളെ കവർ ചെയ്ത് ഒരു കവചമായിട്ട് നിൽക്കും. എന്തു പറ്റി കാക്കാശി ലേറ്റായി പോയെന്ന് ചോദിക്കുമ്പോ സാസുകയുടെ കൈ ഇപ്പോ വിറയ്ക്കാനായിട്ട് ആരംഭിക്കും. കണ്ണു തുറന്ന് നോക്കിയാല് സബൂസയുടെ കുറെ വാട്ടർ ക്ലോണുകളെ അവർക്ക് കാണാൻ സാധിക്കും. അവറ്റകളെ കാണുമ്പോ നമ്മുടെ കാക്കാസിക്ക് പേടിയല്ല തോന്നുക, ചിരിയാണ് വരിക. സാസുക കമോൺ ഫൈറ്റ് എന്ന് പറയേണ്ട താമസം സാസുക ആ വാട്ടർ ക്ലൗഡ്സിനെ എല്ലാം തന്നെ അടിച്ച് തെറിപ്പിച്ച് തൂഫാനാക്കും. ഫസ്റ്റ് പണി ചീറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയ സബൂസയും ഹക്കും അവർക്ക് നേരെ നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. അപ്പോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ കൂട്ടുകാരും മറക്കരുത്.